ഗുഡ് ഈവനിങ് ഗായ്സ്, നമസ്കാരമുണ്ട്. വെൽക്കം ടു മൈ അനദർ വ്ളോഗ്. 3-4 ദിവസമായി ഞാൻ വ്ളോഗിങ് വളരെ ഡിലേ ആയിട്ടിട്ടിരുന്നത്. ഒന്നാമത് 2 വ്ളോഗ് ഞാൻ ഇട്ടെന്ന് പറഞ്ഞാൽ ഫുള്ള് സ്ക്രിപ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഷോർട്സും പിന്നെ ബീറോളും അതൊക്കെ എടുത്തിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കഴിഞ്ഞ 2 വ്ളോഗ്, ഒന്ന് ഓസ്മോ പോക്കറ്റ് 3യുടെ വ്ളോഗും പിന്നെ ഷോമി 14 അൾട്രയുടെ വ്ളോഗും. അത് ഫുള്ള് സ്ക്രിപ്റ്റ് ചെയ്തിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് ഇട്ടൊരു വ്ളോഗാണ്. അപ്പോൾ അതൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സമയമെടുക്കും. ഇന്നത്തെ വ്ളോഗിൽ ഞാൻ യാതൊരു എക്സ്റ്റേണൽ ഹാർഡ്വെയറോ ഒന്നും ഉപയോഗിക്കുന്നില്ല. എന്ന് വെച്ചാൽ എൻ്റെ മൈക്ക് ഉണ്ടാവില്ല, കണ്ടില്ലേ, മൈക്കില്ല. ഞാനിന്ന് ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ഫോണിൻ്റെ ക്യാമറ പിന്നെ ഇതിൻ്റെ ഓഡിയോ ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഞാനിന്ന് 30 frames per second റെക്കോർഡ് ചെയ്യുന്നത്. എൻ്റെ ഫ്രെയിം റേറ്റ് ഞാൻ ചേഞ്ച് ആക്കി. സാധാരണ ഞാൻ 24 റെക്കോർഡ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോഴായി പിന്നെ യൂട്യൂബിൽ ആൾക്കാർക്ക് കൂടുതലും ഇഷ്ടമുള്ള ഒരു ഫ്രെയിം FPS ആണ് 30 frames per second. അത് കുറച്ചും കൂടി നാച്ചുറലായിട്ടാണ് ആൾക്കാർക്ക് തോന്നുന്നത്. ഗുഡ് ഫോർ ദി ഐ. അത് കാരണം ഞാൻ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഐ ആം ട്രൈങ് ഇറ്റ് റൈറ്റ്. ഇന്നത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് കുറച്ച് ഉഷ്ണമൊക്കെ ഹ്യൂമിഡിറ്റി ഒക്കെ കുറവുണ്ട്. പക്ഷേ രാവിലെ ഇന്നലെ മുതൽ ആക്ച്വലി നല്ലോണം സാൻഡ് സ്റ്റോം ഉണ്ട് ദുബായിൽ. എനിക്ക് ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോൾ ഇപ്പോൾ തണുപ്പ് വരാറില്ല. അപ്പോൾ അത് കാരണം ആ സമയത്ത് പിന്നെ ചൂട് വരുന്ന സമയത്തും എപ്പോഴും സാൻഡ് സ്റ്റോം ഇതിൻ്റെ ഒരു ലക്ഷണം വെച്ചാൽ ക്ലൈമറ്റ് ചേഞ്ച് ആവണത്. ഒരു ചെറിയ ഓട്ടോറിക്ഷ വേണ്ട, നല്ല രസമുണ്ടല്ലോ ഇത് കാണാൻ. എന്താല്ലേ, ഞാൻ കഴിഞ്ഞ 3-4 ദിവസമായി ഞാൻ വാക്കിങ്ങിന് ഇറങ്ങിയിട്ടില്ല. ഞാൻ രാവിലെ എനിക്കൊന്നും വിചാരിച്ചിട്ട് ഞാൻ ഇരിക്കും. കാരണം വൈകുന്നേരത്തിൽ നിന്ന് അടുത്ത ദിവസം ഞാൻ രാവിലെ ആക്കാമെന്ന് വിചാരിച്ചത് എൻ്റെ വാക്കിങ്. പക്ഷേ എന്താണെന്ന് അറിഞ്ഞോ എനിക്ക് എണീക്കാൻ പറ്റില്ല. ഭയങ്കര അലർജി അത് ഇതൊക്കെ. ഒന്നാമത്തെ റൂമിൽ നമ്മുടെ ചങ്ങാതി എന്ന് പറഞ്ഞാൽ 18-20 ഡിഗ്രിയിലൊക്കെയാണ് ഇതിടുന്നത് AC. എനിക്ക് അത്രയും പറ്റില്ല. അപ്പം അതും ഇതായിട്ട് ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ട് രാവിലെ എണീക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞാൻ വൈകുന്നേരം ഒന്നും നടക്കാറില്ല. കാരണം നടന്നില്ലെങ്കിൽ പിന്നെ നമ്മളുടെ ഇത് ഫ്ലോ അങ്ങോട്ട് പോകും. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഇറങ്ങി. ഇനി നാളെ രാവിലെ എനിക്കത് നോക്കണം, നാളെ മൺഡേ. ഈ ക്യാമറയുടെ ഞാൻ ഇതുവരെ എന്ന് വെച്ചാൽ ഷോമി 14 അൾട്രാ ക്യാമറ ഫോണിൻ്റെ ഞാൻ ഇതുവരെ ഓഡിയോ ചെക്ക് ചെയ്തിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇത് മൈക്കില്ലാണ്ട്, എക്സ്റ്റേണൽ മൈക്കില്ലാണ്ട് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. ഇവരുടെ ഇതനുസരിച്ചിട്ട് ഇതിൽ ഡൈനാമിക് സൗണ്ടാണ് ഉള്ളത്. എന്ന് വെച്ചാൽ എവിടെ ഫോക്കസ് ചെയ്യണോ അവിടേക്ക് ഈ സൗണ്ട് സൂം ചെയ്യുമെന്നാണ് പറയുന്നത്. നിങ്ങളിപ്പോൾ വ്ളോഗിങ്ങിൽ സീരിയസ് എന്ന് വെച്ചാൽ വേറെ വലിയ ഫാൻസി എക്യുപ്മെൻറ്റ്സോ വലിയ ക്യാമറ ഒന്നും വേണ്ട. ഞാൻ അങ്ങനത്തെ ഒരു ചിന്താഗതിയുള്ള ഒരാളായിരുന്നു ആദ്യം. എന്നുവെച്ചാൽ നല്ല ക്വാളിറ്റി വേണം, ഇത് വേണം. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ ക്യാമറ തന്നെ, ഈ ഫോണ് ഞാൻ മേടിച്ച പിന്നെ ഒരു 6 മാസമായി. ഇപ്പോൾ 6 മാസത്തിൽ ഞാൻ ഈ ഫോണിൽ കൂടെ കുറേ വ്ളോഗ്സ് ചെയ്തിട്ട് ഇപ്പം ഇന്ന് ആദ്യമായിട്ട് ഞാൻ അതിൻ്റെ ഓഡിയോ ടെസ്റ്റ് ചെയ്യുന്നത്. കാരണം എനിക്ക് ഭയങ്കര ഒരു സംശയമായിരുന്നു ഫോണിൻ്റെ ഓഡിയോ ക്വാളിറ്റിനെ പറ്റിയിട്ട്. അപ്പോൾ ഇന്ന് ഇതും കൂടി ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. പിന്നെ ഇതിൻ്റെ സ്റ്റെബിലിറ്റി അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതിപ്പോൾ നമ്മളെങ്ങനെ പിടിച്ചാലും ശരി ഇതിൻ്റെ സ്റ്റെബിലിറ്റി ഉണ്ടല്ലോ, അടിപൊളി സ്റ്റെബിലിറ്റിയാണ്. ഒരു ക്രോപ്പിങ്ങും ഇല്ല, ഒന്നുമില്ല. ഇത് കണ്ടില്ലേ, ഇപ്പം നടന്നുകൊണ്ടാണ് ഇതിപ്പോൾ ഞാനിത് പോണത്. മറ്റൊരു സംഭവം ഞാനിപ്പോൾ ഇതിൽ ട്രൈ ചെയ്തിരിക്കുന്നത് ഞാൻ നോയ്സ് റിഡക്ഷൻ ഫീച്ചർ ഉണ്ട് ഇതിൽ. അത് ഓണാണ്. ഞാൻ ഒരു എക്സ്റ്റേണൽ മൈക്രോഫോൺ ഉപയോഗിക്കില്ല. ഇതിൻ്റെ മൈക്ക് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. ഇതിൽ നോയ്സ് റിഡക്ഷൻ ഫീച്ചർ ഓൺ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടുന്ന് വണ്ടി പോണ്. അപ്പോൾ അതനുസരിച്ചിട്ട് അതിൻ്റെ ഒച്ച അല്ലെങ്കിൽ കാറ്റിൻ്റെ ഒച്ച അതൊക്കെ വളരെയധികം അത് റെഡ്യൂസ് ചെയ്യും. ഇത് നമ്മുടെ വോക്കലിൽ കൂടുതൽ ഫോക്കസ് ചെയ്യും. കാരണം വേറൊരു ഫോൺ വെച്ചിട്ട് നമ്മളിങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്ന് എടുത്തിട്ട് അല്ലെങ്കിൽ മറ്റേ എന്താ വെച്ചാൽ മൈക്ക് ഓൺ ചെയ്യണം, മൈക്ക് സെറ്റ് ചെയ്യണം, അങ്ങനെ പല പരിപാടികളുണ്ടാവും. അതൊക്കെ നമ്മുടെ മൂവ്മെൻറ്റ് പോണ് കണ്ടൻറ്റിൻ്റെ. നമ്മൾ മുന്നോട്ട് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പുതിയതെന്ന് വെച്ചാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി എൻ്റെ നാട്ടിൽ വരുന്ന അപ്ഡേറ്റ്, എൻ്റെ കേസുകൾ ഓൾമോസ്റ്റ് എല്ലാതും ക്ലിയറായി. അത് എല്ലാം കഴിഞ്ഞ് പേപ്പർ വർക്കൊക്കെ കഴിഞ്ഞു. അപ്പോൾ ചെറിയൊരു സമാധാനമുണ്ട്. ഇനി എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ ഒരു എക്സിറ്റ് പാസ് വേണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ മൺഡേ ട്യൂസ്ഡേ ആകുമ്പോഴത്തേനും അറിയുമെന്ന് പറയണത്. കാരണം എൻ്റെ വിസ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് വിസ ആയതുകൊണ്ട് അതിൻ്റെ എക്സിറ്റിൻ്റെ ഫോർമാലിറ്റീസ് കുറച്ച് ഇതാണ്. എന്ന് വെച്ചാൽ ഗൗരവം പിടിച്ചാണ്. കാരണം ഞാനൊരു എംപ്ലോയി അല്ലായിരുന്നു. അപ്പോൾ അത് കാരണം എന്ന് പറഞ്ഞാൽ അവർ എൻ്റെ സ്പോൺസറിൻ്റെ ത്രൂ ഒരു NOC വേണം, അങ്ങനെ ഇതൊക്കെ. പക്ഷേ നമ്മുടെ സ്പോൺസർ നല്ലതായിട്ട് കുഴപ്പമില്ല. അപ്പോൾ ആളത് NOC തന്നു, നമ്മളെ PR അത് കൊടുത്തു. അപ്പോൾ പിന്നെ 2-3 കൊല്ലം നമ്മൾ വിസ അല്ല, നമ്മളുടെ ലൈസൻസ് റിന്യൂ ചെയ്തില്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആവുന്നതൊക്കെ പറയുന്നത്. അത് ഇനി മൺഡേ ട്യൂസ്ഡേ ആകുമ്പോൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഒരു പ്രാവശ്യം അത് ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എൻ്റെ എക്സിറ്റിൻ്റെ സ്റ്റാമ്പ് കിട്ടും. സ്റ്റാമ്പ് എന്ന് പറഞ്ഞാൽ പേപ്പർ, എക്സിറ്റ് പേപ്പർ കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക്
എല്ലാം ക്ലിയറാണ്. പിന്നെ എനിക്ക് പോകാം നാട്ടിൽ. ഞാൻ നാട്ടിലേക്ക് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. എല്ലാ ദിവസവും എന്തെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും ഒരു അത് വരും, കൂടെ ഊരാക്കൊടുക്ക് വരും. അപ്പോൾ എനിവേസ് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാതും കഴിയാറായി. അപ്പോൾ ഒരു ചെറിയൊരു സന്തോഷമുണ്ട്, എന്താ പറയുക, നല്ലൊരു ഹാപ്പിനെസ് വരുന്നുണ്ട്. ഇപ്പം എല്ലാം തീർന്നിട്ട് നാട്ടിൽ പോകാനുള്ള ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് അപാരം തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഞാൻ ഏപ്രിൽ മുതൽ വെയിറ്റ് ചെയ്യാണ്. എൻ്റെ വൈഫും മോനും പോയത് ജൂണിലാണ്. പക്ഷേ ഏപ്രിൽ മുതലാണ് നമ്മൾ ഈ പ്ലാനിങ് തുടങ്ങിയത്, നാട്ടിൽ തിരിച്ച് പോകണം, നമ്മൾ സെറ്റിൽ ചെയ്യുന്നത്. എൻ്റെ വൈഫും മോനും പോയത് മെയ്യിൽ. അപ്പോൾ ജൂൺ 1 തീയതിയാണ് അവർ പോയത്. അപ്പോൾ ഞാൻ ജൂൺ 8 തീയതിക്കുള്ളിൽ എല്ലാതും ക്ലിയർ ആക്കി പോകുന്നതാണ് ഞാൻ വിചാരിച്ചത്. കാരണം ആ സമയത്തായിരുന്നു എനിക്ക് എൻ്റെ പൈസ കിട്ടേണ്ടത്. പക്ഷേ കിട്ടിയില്ല. അത് വെയിറ്റ് ചെയ്ത് ഞാനിപ്പോൾ ഇന്ന് ഒക്ടോബറിലെത്താറായി. അപ്പോൾ ജൂൺ എന്ന് പറഞ്ഞാൽ ഏപ്രിൽ അല്ല, മെയ്യിലുണ്ട്. അപ്പോൾ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ 5 മാസം ഞാനൊന്നും ചെയ്യാണ്ട് ഞാൻ ഇവിടെ ജീവിച്ചു പോകുന്നു. താങ്ക്ഫുള്ളി ആ ഫ്രണ്ടിൻ്റെ വീട്ടിൽ താമസിക്കുന്നതുകൊണ്ട് എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ എന്നാലും നമ്മളെങ്ങനെ ജീവിക്കുന്നു, മനസ്സിലായില്ലേ? ഇതൊക്കെയാണ്. അപ്പോൾ താങ്ക്സ് ടു യൂട്യൂബ് കുറച്ച് പൈസ അതിൽ നിന്ന് കിട്ടാറുണ്ട്. അത് കാരണം ഞാൻ പറഞ്ഞില്ല, എൻ്റെ മറ്റു ചാനലിൽ നിന്ന് എനിക്ക് കുറച്ച് പേയ്മെൻറ്റ്സ് കിട്ടാറുണ്ട്. പിന്നെ അതന്നെ, ഇപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്യണോണ്ട്, പിന്നെ ട്രേഡിങ്ങിൽ നിന്ന് കുറച്ച് ക്യാഷ് കിട്ടാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യണോണ്ട് നമുക്ക് ഈ 6 മാസം ആരോടും തെണ്ടേണ്ടി വന്നിട്ടില്ല. അതൊരു മഹാഭാഗ്യം തന്നെയാണ്. അപ്പോൾ ഗായ്സ്, നിങ്ങളിപ്പോൾ ആലോചിക്കുന്ന യൂട്യൂബിനെ പറ്റിയിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ അതുകൊണ്ടാണ് കുറേ യൂട്യൂബിൻ്റെ നിങ്ങൾക്ക് ഐഡിയാസൊക്കെ തരുന്നതും ക്യാമറേനെ പറ്റിയിട്ടും ഇതൊക്കെ. കാരണം നമ്മൾ വിചാരിക്കണ മാതിരിയല്ല, നമ്മൾ പെട്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ പാസീവ് ഇൻകമാണ് നമ്മളെ ആക്ച്വലി ഹെൽപ്പ് ചെയ്യണത്. ഇന്ന് എന്നെ ഹെൽപ്പ് ചെയ്തത് ഈ പാസീവ് ഇൻകം തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, 6 മാസം ജോലി ഇല്ലാണ്ട്, ഒരു സാലറി ഇല്ലാണ്ട് നമ്മളെങ്ങനെ ജീവിക്കുക? അതും വേറൊരു രാജ്യത്ത്, പുറം രാജ്യത്ത് നമ്മളെങ്ങനെ ജീവിക്കുക? ഒന്ന് ആലോചിച്ചു. അപ്പോൾ ഇത് ഉള്ളതുകൊണ്ട് നമ്മൾക്ക് ജീവിക്കാൻ പറ്റി. പിന്നെ ഇങ്ങനെ അങ്ങോട്ട് കടന്നു പോവാ. പക്ഷെ എന്നാലും ഇതൊരു നമുക്ക് ആക്ച്വലി ഞാൻ പറഞ്ഞില്ല, എനിക്കിപ്പോൾ ഇത് ഞാനൊരു ജോലിയായിട്ട് തന്നെ ഞാൻ കണക്കാക്കുന്നത്. ഇതൊരു കോൺഫിഡൻസ് തന്നു എനിക്ക്. ഈ ഒരു സമയം ഉണ്ടല്ലോ, ഈ 4-5 മാസത്തെ സമയം എനിക്ക് കോൺഫിഡൻസ് തന്നു യൂട്യൂബിന് ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം 28 തീയതി നമുക്ക് ശമ്പളം കിട്ടുന്ന മാതിരി 28 തീയതി യൂട്യൂബിൻ്റെ പൈസ ബാങ്ക് അക്കൗണ്ടിലെത്തും. അപ്പോൾ അതൊരു വലിയ കാര്യം തന്നെയാണ്. അത് കാരണം നമ്മൾ വേറെ ആരുടെയും മുമ്പിൽ കൈ നീട്ടേണ്ട ആവശ്യം വരുന്നില്ല. കാരണം നമ്മൾ സ്വന്തം ജോലി ചെയ്ത്, നമ്മൾ സ്വന്തം വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത്, അതൊരു ജോലി മാതിരി തന്നെയാണ്. അത് മാത്രമല്ല, നാട്ടിലേക്ക് പൈസ അയക്കുന്നത് എന്ന് വെച്ചാൽ എൻ്റെ മോൻ്റെ സ്കൂൾ ഫീസ്, പിന്നെ അവിടെ പിന്നെ റെൻ്റ് ഇപ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല ഡൽഹിയിൽ. കാരണം എൻ്റെ വൈഫ് താമസിക്കുന്നത് അവളുടെ ബ്രദറിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഞാൻ പോയി കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ വേറൊരു വീട് നോക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് റെൻറ്റിൻ്റെ അങ്ങനെയില്ല. പക്ഷെ എന്നാലും മോൻ്റെ സ്കൂൾ ഫീസ്, പിന്നെ ബസ്സിൻ്റെ ഫീസ്, പിന്നെ അവരുടെ ചിലവ്, അത് മന്ത്ലി ചിലവ്, അതൊക്കെ ഞാൻ അയച്ചു കൊടുത്തത് ഈ യൂട്യൂബ് വഴി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് കൺസിഡർ ചെയ്യുക. നിങ്ങൾ ആലോചിക്കുന്ന എൻ്റെ യൂട്യൂബ് ചാനൽ, ഞാൻ ചിലർക്ക് ഉണ്ടാവും യൂട്യൂബ് ചാനൽ, എൻ്റെ യൂട്യൂബ് ചാനൽ അത്രയും വളരുന്നില്ല, ഇതില്ല എന്നൊക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ടാവും. പക്ഷേ അതല്ല, നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന് ഒരു വീഡിയോ മതി നമ്മളുടെ ഒന്ന് ക്ലിക്കാവാൻ. ആ ഒരു വീഡിയോ ക്ലിക്കായി കഴിഞ്ഞാൽ പിന്നെ സ്ലോലി പക്ഷേ നമ്മൾ കണ്ടൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്ന മാതിരി ഇരിക്കും. പ്ലസ് കൺസിസ്റ്റൻസി, ഞാൻ പറഞ്ഞില്ലേ, കൺസിസ്റ്റൻസി ഈസ് ദ കീ. അത് വിടരുത്. അങ്ങനെ ഞാനൊരു ചെറിയ ഇൻസ്പിറേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് പറയണത്. ഇപ്പോൾ നിങ്ങൾ യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ടോ, അല്ലെങ്കിൽ യൂട്യൂബ് തുടങ്ങാൻ പോകണോ, അതനുസരിച്ചിട്ട് ഞാൻ പറയണത്. ഇത് നല്ലൊരു സംഭവം തന്നെയാണ്. അപ്പോൾ അതൊന്ന് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എത്ര പൈസ ഞാൻ ഉണ്ടാക്കുന്നുണ്ടെന്ന്. എൻ്റെ DJ Neo ചാനലിൽ 30,000 ഓൾമോസ്റ്റ് 30,000 സബ്സ്ക്രൈബർ ഉണ്ട്. അതിപ്പോൾ ഞാൻ അധികം ചെയ്യാറില്ല. ഞാൻ അതിൽ ഒറ്റ വീഡിയോ ഞാനിപ്പോൾ ഈ 4-5 മാസമായിട്ട് ഇട്ടിട്ടില്ല. പക്ഷേ അതിൽ നിന്ന് ഉള്ള വീഡിയോസ് വെച്ചിട്ടുണ്ട് എനിക്ക് ഈ പേയ്മെൻറ്റ്സ് കിട്ടുന്നത്. ഈ ചാനൽ ഞാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിനും മുകളിലായി ഞാനിപ്പോൾ ഈ ചാനൽ തുടങ്ങിയിട്ട്. ഇതിലിപ്പോൾ $10-20 എനിക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ ചാനൽ ഞാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ അഡ്രസ്സ് വെച്ചിട്ട് ഞാൻ തുടങ്ങിയത്. അപ്പോൾ എൻ്റെ പേയ്മെൻറ്റ് എല്ലാതും ഇന്ത്യയിലേക്ക് കിട്ടാം. യൂട്യൂബ് ചാനൽ, എൻ്റെ പഴയ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു, അത് ഇവിടുത്തെ ദുബായ് ആയതുകൊണ്ട് ഞാനിതുവരെ അതിൻ്റെ ഗൂഗിൾ ആഡ്സെൻസ് ക്യാൻസൽ ചെയ്തിട്ടില്ല. അപ്പോൾ അത് ദുബായിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ആ പേയ്മെൻറ്റ് എനിക്ക് ഇവിടെ കിട്ടുന്നത്. പക്ഷേ ഒരു പ്രാവശ്യം നാട്ടിലെത്തി കഴിഞ്ഞാൽ എനിക്ക് ആഡ്സെൻസ് ക്യാൻസൽ ചെയ്തിട്ട് എൻ്റെ പുതിയ ആഡ്സെൻസ് അക്കൗണ്ട് ഉണ്ടാക്കേണ്ടി വരും. എന്നാലും എനിക്ക് ആ ചാനലിൻ്റെ പൈസ അവിടെ കിട്ടുള്ളൂ. മനസ്സിലായില്ല? അപ്പം അങ്ങനെ പല ഇതൊക്കെ ഉണ്ട്. നമ്മൾ വഴിയെ അത് പഠിക്കാം. ഞാൻ എന്ത് ചെയ്യണോ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് സെറ്റപ്പും ചെയ്യാൻ പറ്റും. എന്ത് രസമാണെന്ന് നോക്കിയേ ദുബായ് സ്കൈലൈൻ. മോനെ മേഘങ്ങൾ വന്നു തുടങ്ങി. ന്യൂസിലുണ്ടായിരുന്നു 2-3 ദിവസം കഴിഞ്ഞാൽ ചില ഭാഗത്തൊക്കെ മഴ പെയ്യത്. അപ്പം നിങ്ങൾ പുതിയതായിട്ട് തുടങ്ങണമെന്ന് വെച്ചാൽ യൂട്യൂബ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുമോ എനിക്ക് ക്യാമറ ഉപയോഗിക്കാൻ അറിഞ്ഞൂടാ,
അല്ലെങ്കിൽ യുനോ എൻ്റെ ഓഡിയോ വളരെ ചീത്തയാണ്, എൻ്റെ വീഡിയോ ക്വാളിറ്റി വളരെ കേടാണ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഇപ്പം ഞാനും അതെ, ഞാൻ പഠിച്ചിട്ടൊന്നുമല്ല വന്നത്. ഞാനും ഇങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട് എൻ്റെ വീഡിയോ ഒക്കെ ഭയങ്കര ചീത്തയാണ്. ഇതിനൊക്കെ സമയമെടുക്കും എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ തന്നെ തുടങ്ങിയപ്പോൾ എനിക്ക് പഠിക്കേണ്ടി വന്നു ഓരോന്നോരോന്ന്. ഇപ്പോൾ ഒരാൾ കമൻറ്റ് ബോക്സിലിട്ടിരുന്നു, നിങ്ങളിപ്പോൾ ഈ ഇതിനെപ്പറ്റി പറയണമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര ഹൈടെക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, മറ്റാണ് മറിച്ചാണ്, അപ്പോൾ നിങ്ങളുടെ ചാനലിൽ വരുന്ന വ്യൂവേഴ്സ് ഇതിനെ പറ്റിയിട്ട് ഒന്നും അറിഞ്ഞൂടാ, അപ്പോൾ നിങ്ങൾ സാധാരണ ഉണ്ടാക്കുന്ന വ്ളോഗ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ പറയുന്നത് പറഞ്ഞാൽ എൻ്റെ അനിയ, ഞാനത് ഉണ്ടാക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളുടെ അതിന് നോർമൽ ആളായിരുന്നു. ഞാനും പഠിച്ചാണ്. ആർക്കും പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം വേണം, അത്രേ ഉള്ളൂ. ആർക്കെങ്കിലും ഇത് ഹെൽപ്പ് ചെയ്യുന്ന വെച്ചാൽ ഞാനത് എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരിക്കലും തോന്നരുത് എൻ്റെ വീഡിയോ ക്വാളിറ്റി മറ്റേ മറിച്ചൊക്കെ. അപ്പോൾ നമ്മൾ ഡെയിലി എന്ത് ചെയ്യണോ അതൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് മാറുന്നത്. നമ്മളത് പഠിച്ചുകൊണ്ടിരിക്കുള്ളൂ. ഇപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ഞാൻ വലിയ പ്രൊഫഷണലൊന്നുമല്ല, ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു ഓരോരോ കാര്യങ്ങൾ. ഇപ്പം എൻ്റെ കഴിഞ്ഞ 2 വീഡിയോസ് കണ്ടില്ല, അതിലും എനിക്ക് എൻ്റെ വീഡിയോസിൽ തന്നെ എനിക്ക് തെറ്റുകൾ കണ്ടുപിടിക്കാം. നമ്മളൊരിക്കലും പെർഫെക്റ്റ് ആവണില്ല. യു ലേൺ ടിൽ യു ഡൈ. അങ്ങനത്തെ ഒരു ചിന്തയാണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കും. അപ്പം എന്നും നമ്മൾ എന്തെങ്കിലും പുതിയതായിട്ടുണ്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ജീവിതം കാലം കഴിയണവരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുള്ളൂ, അല്ലാണ്ട് ഒരിക്കലും ഒന്നിനും പെർഫെക്റ്റ് ആവില്ല നമ്മൾ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്, ആൾക്കാർ സജഷൻസ് തരും, നല്ലതാണ് അവർ സജഷൻസ് തരുന്നത്. പക്ഷേ ഈ സജഷൻ തരുന്ന ആൾക്കാർ തന്നെ എത്ര പെർഫെക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയോ? ഇല്ല, അതന്നെ പറഞ്ഞത്. അപ്പം നിങ്ങളുടെ ഡിസിഷന് ഓരോ ചോയ്സ് ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങളത് നിർവഹിക്കണം. അല്ലാണ്ട് നിങ്ങൾ മറ്റുള്ള ആൾക്കാരെ കേട്ടിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല, അത് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാമെന്നൊക്കെ അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സജഷൻസ് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സഹായമാവും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നിങ്ങൾ എടുക്കേണ്ടത്. അല്ലാണ്ട് ആൾക്കാർ പറഞ്ഞിട്ട് ആൾക്കാർ ഈ പറയണ ഇത് തെറ്റാണ് അത് തെറ്റാണ് ഇത് ശരിയാണ് അത് ശരിയാണെന്ന് പറഞ്ഞ് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പോകുന്നില്ല. നിങ്ങളുടെ ഡിസിഷൻ എന്താണോ, നിങ്ങളുടെ മനസ്സെന്ത് പറയണോ അതനുസരിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് നീങ്ങുക. എന്നിട്ട് ഡെയിലി എന്തെങ്കിലും ഒന്ന് പുതിയതായിട്ട് പഠിക്കാൻ നോക്കുക. ആ പഠിപ്പാണ് നമ്മളെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് കൊണ്ടുവരുന്നത്. അതാണ് പിന്നെ നമ്മൾക്ക് പൈസ ഉണ്ടാക്കി തരുന്നത്. പിന്നെ ഞാൻ നിങ്ങൾക്ക് അഡ്വൈസ് തരുമെന്ന് വിചാരിക്കരുത്. ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യണത്. അല്ലാണ്ട് ഞാൻ നിങ്ങൾക്ക് അഡ്വൈസ് തന്നിട്ട് പിന്നെ നിങ്ങളത് ചെയ്യണമെന്നല്ല പറയുന്നത്. ഇത് ആർക്കും അറിയാം, ഇത് എല്ലാവർക്കും അറിയണ ഒരു സാധനമാണ്. പക്ഷെ എന്നാലും നമ്മളത് അതിനനുസരിച്ച് പോണില്ല. അതാണ് നമ്മൾ അത് ഒരു ഫേം ഡിസിഷനായിട്ട് എടുത്തിട്ട് നമ്മളുടെ ജീവിതത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നോക്കണം. റോഡൊക്കെ ഭയങ്കരമായിട്ട് കാലിയെന്ന്. ഞായറാഴ്ച കഴിയാറായി, നാളെ മുതൽ ജോലി. അപ്പോൾ ഇന്ന് ഫുള്ള് റോഡ് കാലി. ഞായറാഴ്ച ഇങ്ങനെ നടക്കാനിറങ്ങണ നല്ലൊരു സുഖം തന്നെയാണ്. ഇന്ന് എത്ര നടന്നിട്ടും വേർക്കണില്ല. നല്ല കാറ്റടിക്കുന്നുണ്ട്, ചെറുതായിട്ടൊരു വേർപ്പ് മാത്രമുണ്ട്. പക്ഷേ സാധാരണ വേർക്കണ മാതിരി വേർക്കണില്ല. പക്ഷെ നല്ലൊരു സുഖം. ആ വേർപ്പിൽ നമ്മളെ കാറ്റ് കൊള്ളുമ്പോഴുണ്ടല്ലോ നല്ല സുഖം. നല്ല ക്ലൈമറ്റ് എന്ന് വെച്ചാൽ അത്രയും ചൂടുമില്ല, വാമല്ല, എന്നുവെച്ചാൽ തണുപ്പുമില്ല. വെരി ഗുഡ് ക്ലൈമറ്റ്. 30 കൊല്ലം കഴിഞ്ഞ് ദുബായ് വിട്ടു പോണ ഒരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. എനിക്ക് ഇങ്ങനത്തെ സന്തോഷം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഞാൻ അനുഭവിച്ചിട്ടില്ല. എന്നുവെച്ചാൽ എല്ലാ ദിവസവും ഞാൻ എത്രയും ക്ലോസ് ആയിട്ട് വരണോ എൻ്റെ എയിമിലേക്ക്, എന്നുവെച്ചാൽ നാട്ടിൽ പോണ സമയം, അതെനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം എന്താണ് പറയുക, എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡെയിലി ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണം നാളെ എന്നും പറഞ്ഞിട്ട്. സോ ഐ ആം സോ ഹാപ്പി. ഐ ക്യാൻ നോട്ട് എക്സ്പ്രസ് ഹൗ ഐ ഫീൽ. എന്നോട് പലരും പറഞ്ഞു, എന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സും പിന്നെ നിങ്ങളുള്ള യൂട്യൂബ്സിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സും ഇവിടെ ദുബായിലുള്ള സബ്സ്ക്രൈബേഴ്സും പറഞ്ഞു, എന്തിനാ ബ്രോ നാട്ടിൽ പോണ്, വിസ ഇവിടെ തന്നെ നിങ്ങൾക്കിപ്പോൾ എല്ലാതും റിന്യൂ ചെയ്തുകൂടെ, ഇപ്പം അങ്ങനത്തെ ഇതൊന്നുമില്ലല്ലോ, ബാനൊന്നുമില്ലല്ലോ എന്നൊക്കെ. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ എൻ്റെ മനസ്സ് ഞാൻ ഓൾറെഡി ഉറപ്പിച്ചു എനിക്ക് പോകണമെന്ന്. ഞാൻ ഒരു പുറം രാജ്യത്ത് ഇപ്പോൾ 30 കൊല്ലമായി ഞാനിവിടെ താമസിക്കുന്നത്. ഞാൻ ഒരു തെറ്റല്ല പറയണേ ഈ രാജ്യത്തിനെ പറ്റിയിട്ട്. നല്ലൊരു രാജ്യമാണ്, എവറിത്തിങ് ഈസ് ഗുഡ്, പെർഫെക്റ്റ് ആണ്. പക്ഷേ ഇപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മുടെ രാജ്യം തന്നെയാണ്. എനിക്ക് എന്ത് നാട്ടിൽ വെച്ച് കിട്ടുന്നോ ജീവിക്കാൻ അത് മതി, അത് വെച്ചിട്ട് ഞാൻ ജീവിക്കും. പിന്നെ അതുമാത്രമല്ല, നമ്മൾക്ക് കോടിക്കണക്കിനൊന്നും ഉണ്ടാക്കേണ്ടിയൊന്നും ആവശ്യമില്ല. അത് വരുന്ന വെച്ചാൽ നമ്മൾ ജോലി ചെയ്ത് വരുന്ന വെച്ചാൽ അത്രയും നല്ലത്. ഇല്ലെങ്കിലും എനിക്കറിയാം എത്ര വേണം നമുക്ക് ജീവിക്കാൻ, അതിനുള്ള പൈസ ഉണ്ടാക്കാനുള്ള കഴിവൊക്കെ നമ്മൾക്കുണ്ട്. നിങ്ങൾ ആലോചിക്കുക, നമ്മളുടെ രാജ്യം ഇതിപ്പോൾ തന്നെ ഓവർസീസ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് അവരിപ്പോൾ ഡുവൽ പാസ്പോർട്ട് കൊടുക്കണില്ല, അതിലും പല ചേഞ്ചസ് വന്നു തുടങ്ങി. അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങളുടെ സിറ്റിസൺഷിപ്പ് വിട്ട് കഴിഞ്ഞാലും NRI ആയാലും ശരി NRE ആയാലും ശരി ഭയങ്കര ചേഞ്ചസ് വരുന്നുണ്ട് നമ്മുടെ ലോയിൽ. ഇപ്പോൾ
അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളുടെ രാജ്യത്ത് നമ്മളുടെ ആ പാസ്പോർട്ടിൻ്റെ വാല്യൂ വേറെ തന്നെയാണ്. അതിപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ നമ്മളുടെ രാജ്യം വളർന്നുകൊണ്ടിരിക്കുന്നു. ആ ഒരു സ്നേഹം നമ്മൾക്ക് നമ്മളുടെ രാജ്യത്തോട് തിരിച്ചു വേണം. പിന്നെ അതുമല്ല, എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ രാജ്യം എന്നെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ, വേറൊരു രാജ്യം എന്നെ അക്സെപ്റ്റ് ചെയ്യൂല. അപ്പോൾ ഗായ്സ്, ഇന്നത്തേക്ക് ഇത്രയും മാത്രം. ആരെങ്കിലും പുതിയെന്ന് വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കും. പിന്നെ എൻ്റെ അപ്ഡേറ്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് കാണാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ബൈ.